Good morning. Good morning. Good morning, ma'am. Okay, good morning. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് മെഡിക്കൽ ടെർമിനോളജി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും പേന ഉണ്ടായിരിക്കണം കേട്ടോ. നമ്മൾ പറയുന്ന മാർക്ക് ചെയ്യാൻ പറയുന്നതെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. അത് പഠിക്കുകയും വേണം കേട്ടോ. മാർക്ക് ചെയ്ത് തരുന്നത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അത് എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാനല്ലോ. ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് മെഡിക്കൽ ടെർമിനോളജിയില് അല്ലെ, നമ്മള് എന്താണ് ടെർമിനോളജി എന്ന് നമ്മൾ മനസ്സിലാക്കി. മെഡിക്കൽ ടെർമിനോളജിക്ക് പ്രധാനമായിട്ടും എത്ര കമ്പോണന്റ് ഉണ്ട്? 4 കമ്പോണന്റ് ആയിട്ടാണ് നമ്മൾ അതിൽ പഠിക്കുന്നത് അല്ലെ. പ്രിഫിക്സ് ഉണ്ട്, സഫിക്സ് ഉണ്ട്, പിന്നെന്താണ് കമ്പൈനിങ് എ വവൽ. അതൊരു കമ്പോണന്റ് ആയിട്ട് നിങ്ങളിൽ കൊടുത്തിട്ടില്ല കേട്ടോ, പക്ഷെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. കമ്പൈനിങ് എ വവൽ, പിന്നെന്താണ് ലാസ്റ്റ് പറഞ്ഞത്? റൂട്ട് വേർഡ് അഥവാ വേർഡ് റൂട്ട് എന്ന് നമുക്ക് പറയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേമിനെ നമ്മൾ എന്താ പറയാം? ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേമിനെ നമ്മൾ എന്താ പറയാം? കറക്റ്റ് ആണ്, പ്രിഫിക്സ്. ഇതിനെ കറക്റ്റ് ആണ് കേട്ടോ, പ്രിഫിക്സ്. ഓക്കെ, ആര്യ പറയുന്നത് പ്രിഫിക്സ്. ജിജി ഓക്കെ, ശ്രീലക്ഷ്മി ഓക്കെ ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേമിനെ നമ്മൾ എന്താ പറയാ? സഫിക്സ്. ഓക്കെ, സഫിക്സ് എന്നാണ് പറയാ. ഇനി ദ ചീഫ് പാർട്ട് അഥവാ ഫണ്ടമെന്റൽ പാർട്ട്, എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം എന്ന് പറഞ്ഞാൽ ഏതാണത്? വേർഡ് റൂട്ട് ആണ് അല്ലെ, റൂട്ട് വേർഡ് ആണ്. ഓക്കെ, പിന്നെ നമ്മള് വേറൊരു വിഭാഗമുണ്ട്, എന്താണ്? അബ്രീവിയേഷൻസ് ഉണ്ട് അല്ലെ, ചുരുക്ക രൂപങ്ങളുണ്ട്. നമ്മൾ ജസ്റ്റ് അത് തുടങ്ങി വെച്ചു അല്ലെ. ഇവരെ കഴിഞ്ഞ ക്ലാസ്സിൽ മറ്റേ ഫെയിലിയർ ആയിരുന്നുകൊണ്ട് കുറെ ക്ലാസ് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതായി പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യത്തെ പേജിനെടുത്ത് മാർക്ക് ചെയ്യാൻ പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. 3 കേട്ടോ, 3, അതുപോലെ തന്നെ 6, 9, 13, 14, 17, 18 ഇത്രയും മാർക്ക് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മളത് വായിച്ച് നമ്മൾ എവിടെ വരെ എത്തിയിരുന്നു? നമ്മള് ആൻജിയോ വരെ എത്തിയിരുന്നു അല്ലെ. ആൻജിയോ വരെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ആൻജിയോ എന്ന് പറയുന്നത് പ്രിഫിക്സ് എന്തുമായിട്ടാണ്? എന്താണ് അതിന്റെ മീനിങ്? എന്താണ്? വെസൽ അല്ലെ, ആൻജിയോപ്ലാസ്റ്റി അല്ലെ, ആൻജിയോഗ്രാം എന്നൊക്കെ പറയുന്നത് എന്താണ്? ബ്ലഡ് വെസലിൽ നടത്തുന്ന പ്രൊസീജിയറുകളാണ് അല്ലെ. ദാറ്റ് ഇസ് പ്രൊസീജിയർ ദാറ്റ് റിലേറ്റിംഗ് ടു ദി ബ്ലഡ് വെസൽ. ഓക്കെ, ആൻജിയോ എന്ന് കണ്ടാൽ വെസൽ. ഓക്കെ, ഇനി അടുത്തതാണ് ആന്റി. ANTE, ആന്റി. ഓക്കെ, ആന്റി എന്താണ്? പ്രയർ ടു അഥവാ ഫോർവേഡ് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. മുന്നോട്ട് അല്ലെങ്കിൽ ഫോർവേഡ്, മുൻപിൽ എന്നൊക്കെ ഉള്ളതാണ്. നമ്മൾ സാധാരണ ഹ്യൂമൻ ബോഡി പറയുമ്പോൾ ആന്റീരിയർ പാർട്ട്, പോസ്റ്റീരിയർ പാർട്ട് എന്നൊക്കെ പറയും. മുകൾ ഭാഗത്തിന് നമ്മളിപ്പോഴും ആന്റീരിയർ പോർഷൻ ആണ് പറയുക. നമ്മുടെ അബ്ഡോമിന് കീഴ്പോട്ടുള്ളത് നമ്മള് പോസ്റ്റീരിയർ ഭാഗം അങ്ങനെയാണ് പറയുന്നത്. ആന്റീരിയർ, ആന്റി. ഓക്കെ, എന്താണ് അർത്ഥം? പ്രയർ ടു, മുൻപിൽ, മുന്നോട്ട് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. അടുത്തത് നോക്കൂ, ആന്റി. ANTI, ആന്റി. നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണ് ആന്റിബയോട്ടിക്സ്. ആന്റി, ആന്റി എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? അവേഴ്സ് ടു, ഫോർവേഡ് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് കേട്ടോ. അവേഴ്സ് ടു എന്ന് പറഞ്ഞാൽ എന്താണ്? എഗെയിൻസ്റ്റ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. വിമുഖത, എഗെയിൻസ്റ്റ്, ഓപ്പോസിറ്റ് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. അവേഴ്സ് ടു, അതുപോലെ തന്നെ ഫോർവേഡ് എന്നുള്ള മീനിങ് ആണ്. അടുത്തതാണ് ആർട്ടീരിയോ. ആർട്ടീരിയോ ഓ എന്താ കൊടുക്കാൻ കാരണം? കമ്പൈനിങ് ദ വവൽ. സാധാരണയായിട്ട് കമ്പൈൻ ചെയ്യുന്ന വവൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓ ആയിരിക്കും. നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു അല്ലെ, വവൽ ഏകദേശം ഒരു 99% കമ്പൈൻ ചെയ്യുന്ന വവൽ എന്ന് പറയുന്നത് ഓ ആയിരിക്കും. അപൂർവമായിട്ട് അയ്യ, ഇയ, ഒക്കെ നമ്മൾ കമ്പൈൻ ചെയ്യാറുണ്ട്. എന്താണ് പ്രയർ? എന്താണ് ലിജി? പ്രയർ എന്നാണ്. ഓക്കെ, പ്രയർ ടു, പ്രയർ ടു കേട്ടോ. ഏത്? ആന്റി അല്ല, ആന്റി അല്ല, അത് ANTE ആന്റിയാണ്. പ്രയർ ടു ANTI ഉണ്ട്. ANTI 11ാമത്തെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അത് അവേഴ്സ് ടു അഥവാ ഫോർവേഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. 10ാമത്തെയാണ് പ്രയർ ടു എന്ന് പറയുന്ന ആന്റി. അത് ANTE ആണ് കേട്ടോ. ആന്റീരിയർ എന്നൊക്കെ നമ്മൾ പറയാം. ആന്റീരിയർ, പോസ്റ്റീരിയർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞത് 11ാമത്തെയാണ് ആന്റി, ആന്റിബയോട്ടിക്. ഐ ആണ് കേട്ടോ. നോക്കൂ, അവേഴ്സ് ടു അഥവാ ഫോർവേഡ്. അടുത്തത് എന്താണ്? ആർട്ടീരിയോ. നമ്മൾ പറഞ്ഞു ആർട്ടീരിയോ എന്താണ്?
ആർട്ടറി പേര് കേട്ടാൽ നമുക്കറിയാം ധമനികൾ അല്ലെ. ഓക്കെ, അടുത്തത് നോക്കൂ, ആർത്തോ. ആർത്രൈറ്റിസ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത്. ആർത്തോ എന്ന് പറഞ്ഞ എന്താണ്? പെർറ്റൈനിങ് ടു എ ജോയിന്റ് അല്ലെ, ജോയിന്റുമായിട്ട് ബന്ധപ്പെട്ട്. ആ ഒരു വാക്യങ്ങളാണ് ആർത്രൈറ്റിസ് എന്നൊക്കെ നമ്മൾ കണ്ടത്. ആർത്തോ എന്ന് പറയുന്ന പ്രിഫിക്സ് എന്താ മീൻ ചെയ്യുന്നത്? പെർറ്റൈനിങ് ടു എ ജോയിന്റ്. ഓക്കെ, അടുത്തത് ഓട്ടോ. ഓട്ടോ എന്താണ്? വൺ സെൽഫ്, സ്വയം. നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെ. എന്താണ്? സ്വയം പ്രതിരോധ ശേഷി, ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം. ആട്ടോ എന്ന് പറയുന്നത് എന്താ? വൺ സെൽഫ് അല്ലെ, വൺ സെൽഫ്, സ്വയം എന്നുള്ള അർത്ഥമാണ്. ബൈ നമുക്കറിയാലോ, ബൈ എന്താണ്? ബൈ ടു എന്നുള്ള അർത്ഥമാണ്. ബയോളജി അല്ലെ, ബയോളജി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ബിലോങ്ങിങ് ടു ലൈഫ് അല്ലെ, ജീവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ്. അതുപോലെ തന്നെ ഒരു വാക്കാണ് ബ്ലാസ്റ്റോ. ബ്ലാസ്റ്റ് ഓ എന്ന് പറയുന്ന ഓ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന വമ്പനാണ് കേട്ടോ. അപ്പൊ ബ്ലാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ബ്ലാസ്റ്റോ എന്ന് പറയുന്നത് ജേം ഓർ സെൽ എന്നർത്ഥം കേട്ടോ. ജേം ഓർ സെൽ, അതായത് അണുക്കൾ അല്ലെങ്കിൽ കോശം. അതായത് ബ്ലാസ്റ്റോ മൈക്കോസിസ് എന്നൊക്കെ പറയുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അത് ചില എന്താ പറയാ പ്രൊസീജിയറോ അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻ ദാറ്റ് റിലേറ്റിംഗ് ടു ജേം ഓർ സെൽ. ഓക്കെ, അതിനെയാണ് നമ്മൾ ബ്ലാസ്റ്റോ എന്ന് പറയുന്നത് കേട്ടോ. ബ്ലാസ്റ്റോ എന്ന പ്രിഫിക്സ് യൂസ് ചെയ്യുന്നതാണ്. മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടേംസുകളാണ്. അതുപോലെ തന്നെ അടുത്തതാണ് ബ്ലിഫാറോ. ഓ എന്ന് പറയുന്നത് നമ്മൾ ചേർത്ത് പറയണം കേട്ടോ. ഓ ഒരു കമ്പൈനിങ് വമ്പനാണ്. ബ്ലിഫാറോ പ്ലാസ്റ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങള്, കേട്ടാണല്ലോ. ബ്ലിഫാറോ പ്ലാസ്റ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഈ കോർണിയയുടെ ഒക്കെ ശസ്ത്രക്രിയയൊക്കെ ചെയ്യുക, ഐലിഡുമായിട്ട്, നമ്മുടെ കണ്ണിന്റെ ഐലിഡുമായിട്ട് ബന്ധപ്പെട്ട സർജറിനെയൊക്കെയാണ് നമ്മൾ അതിന് പറയുന്നത് കേട്ടോ. അത് തന്നെ ബ്ലിഫാറോപ്ലാസ്റ്റി എന്നൊക്കെ പറയുന്നത് ഒരു കോസ്മെറ്റിക് സർജറിയാണ് ശരിക്കും. നമ്മുടെ ഈ കൺപോളോ കുറച്ചുകൂടി ഉയർത്ത ആ രീതിയിൽ ചെയ്യുന്ന ഒരു കോസ്മെറ്റിക് സർജറിയാണ് കേട്ടോ. ബ്ലിഫാറോപ്ലാസ്റ്റി എന്നാണ് പറയുന്നത്. ബ്ലിഫാറോ ബിലോങ്ങിങ് ടു എൻ ഐലിഡ്. ഓക്കെ, മനസ്സിലായോ? നമ്മൾ അതിനകത്ത് മാർക്ക് ചെയ്തത് 3 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കണം. 3, 6, 9, 13, 14, 17, 18. ഓക്കെ ആണല്ലോ? ആ പേജ് ഓക്കെ ആണല്ലോ? നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് പേജിലോട്ട് കടക്കുകയാണ്. അത് 19 തൊട്ട് 42 വരെയാണ് നമ്പേഴ്സ് വരുന്നത്. അതില് ആദ്യം തന്നെ മാർക്ക് ചെയ്തോളൂ കേട്ടോ. മാർക്ക് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാം. മാർക്ക് ചെയ്തോട്ടോ. 28 മാർക്ക് ചെയ്യാം കേട്ടോ. 28, 31, 32, 34, 39, 41. അതിനകത്ത് 6 അല്ലെ? ഇതൊക്കെ ഞാൻ പറഞ്ഞത് 28, 31, 32, 34, 39, 41. മാർക്ക് ചെയ്തല്ലോ. 6. ഓക്കെ, ആ പേജില് അത് വളരെ ഇമ്പോർട്ടന്റ്. മറ്റുള്ളത് പഠിക്കണ്ടെന്നോ വായിക്കണ്ടെന്നോ അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾ മാർക്ക് ചെയ്ത് തരുന്നത് പഠിക്കുക തന്നെ വേണം. കാരണം അത് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളത് തെരഞ്ഞെടുത്തിട്ട് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ 28, 28, 31, 32, 34, 39, 43. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് വായിക്കാം. നോക്കാം കേട്ടോ. അതിന്റെ എന്താണ്? ബ്രാഡി കേട്ടോ. ബ്രാഡി ഡൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. മുഷിഞ്ഞ എന്നൊക്കെയുള്ള അർത്ഥമാണ് ബ്രാഡി. അതായത് നമ്മൾ പറയുന്നത് ജനറൽ ടേംസ് അല്ല, മെഡിക്കൽ ടേംസ് ആണ്. നമുക്ക് പോലും പരിചയമില്ലാത്ത ഒരുപാട് മെഡിക്കൽ ടേംസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മെഡിക്കൽ പ്രൊഫഷണലുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. അപ്പൊ ബ്രാഡി എന്ന് പറയുന്ന ആ ഒരു പ്രിഫിക്സ് സൂചിപ്പിക്കുന്ന ഡൾ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എന്തെങ്കിലും ഈ പറയുന്ന പ്രൊസീജിയറോ മറ്റെന്തെങ്കിലും സ്ട്രക്ചേഴ്സ് റിലേറ്റഡ് ടു ഡൾ അല്ലെങ്കിൽ ഓർഗൻസ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും വാക്കിന് മുമ്പിൽ നമ്മൾ ചേർക്കുന്നതാണ് ബ്രാഡി കേട്ടോ. ബ്രാഡി ഡൾ എന്നുള്ള അർത്ഥമാണ്. കാൽക്ക് എന്താണ്? സ്റ്റോൺ, ഹീൽ എന്നൊക്കെ ഉള്ള അർത്ഥമാണ് കേട്ടോ. സ്റ്റോൺ എന്ന് വെച്ചാൽ എന്താണ്? കല്ല്. ഓക്കെ, കല്ല്. അതുപോലെ ഹീൽ അറിയാലോ, കുത്തിക്കാല്, ആ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാൽക്ക് എന്ന് പറഞ്ഞ പ്രിഫിക്സ് ആണ്. അതിനോട് ചേർത്ത് വേറെ എന്തെങ്കിലും വരും. ഓക്കെ, സ്റ്റോണോ ഹീൽ കേട്ടോ. അടുത്തത് നമുക്കറിയാവുന്നതാണ് കാർഡിയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? ബിലോങ്ങിങ് ടു ഹാർട്ട് അല്ലെ, ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ, കാർഡിയോളജി. അത് ഓക്കെ.
സെഫാലോ 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 ഓയാണ് കമ്പൈൻ ചെയ്യുന്നത്. എന്താണ്? എന്തുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ടു ഹെഡ്, ബ്രെയിൻ ഒക്കെ ആയിട്ട്. ഇലക്ട്രോ എൻസെഫലോഗ്രാം നമുക്ക് കേട്ടിട്ടില്ലേ? ഇലക്ട്രോ എൻസെഫലോഗ്രാം, EEG, സെഫാലോ എന്താണ്? റിലേറ്റഡ് ടു ബ്രെയിൻ ആണ് കേട്ടോ. റിലേറ്റഡ് ടു ECG എടുക്കില്ലേ? ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്ന പോലെ അത് കാർഡിയോ ഹാർട്ടും ആണ്. സെഫാലോ ഇലക്ട്രോ എൻസെഫാലോഗ്രാം EEG എടുക്കാന്ന് പറഞ്ഞ ബ്രെയിൻ ആണ് എടുക്കുന്നത്, ഹെഡിനാണ് എടുക്കുന്നത്. ബിലോങ്ങിങ് ടു ദ ഹെഡ്. ഓക്കെ, അടുത്തത് സെറിബ്രോ സെറിബ്രോ ഓ എന്ന് പറയുന്നത് കമ്പൈൻ ചെയ്ത് വമ്പലാണ് കേട്ടോ. സെറിബ്രം കേട്ടിട്ടില്ല? എന്താണ്? ബ്രെയിനിന്റെ ഭാഗമാണ് അല്ലെ. ബിലോങ്ങിങ് ടു ദ സെറിബ്രം, എ പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഏറ്റവും നമ്മുടെ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് അല്ലെ സെറിബ്രം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? പാർട്ട് ഓഫ് ദ ബ്രെയിൻ. കറക്റ്റ്. അടുത്തെന്താണ്? സെർവിക് സെർവിക് കൂടുതൽ നമ്മൾ കേട്ടില്ല, സെർവിക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സെർവിക്സ് ബിലോങ്ങിങ് ടു ദ നെക്ക് ഓർ യൂട്രൈൻ സെർവിക്സ്. അതായത് നമ്മുടെ വാജിനെയും യൂട്രസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്ഷൻ ആണ് സെർവിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്കുമായിട്ട് ബന്ധപ്പെടുത്തി പറയാറുണ്ട്. ഓർ യൂട്രൈൻ സെർവിക്സ് കേട്ടോ. സെർവിക്സ് എന്ന് പറഞ്ഞാൽ വാജിനെയും യൂട്രസിനെയും തമ്മിൽ ഉള്ള ആ ഒരു കണക്ഷനെയാണ് നമ്മൾ സെർവിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണിത് കൊളെ 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 എന്ന് പറയുമ്പോൾ കൊളസ്ട്രോൾ കേട്ടില്ലേ? കൊളസ്ട്രോൾ കൊളെ എന്ന് പറയുമ്പോൾ ബിലോങ്ങിങ് ടു ബൈൽ ഓർഗൺ. ബൈൽ എന്താണ്? പിത്തരസമാണ് അല്ലെ. കൊളസ്ട്രോൾ അല്ലെ എന്താണ്? നമുക്കറിയില്ല എന്താണ്? ഈ പറയുന്ന കൊളസ്ട്രോൾ അല്ലെ. കൊളസ്ട്രോൾ ഉത്പാദിപ്പിക്കുമ്പോൾ വരുന്നത്. അതുകൊണ്ടാണ് കൊളസ്ട്രോൾ കൊളെ എന്ന് പറയുമ്പോൾ ബിലോങ്ങിങ് ടു ബൈൽ ഓർഗൺ. ബൈൽ എന്താണ്? പിത്തരസം. ഈ ഗോൾ ബ്ലാഡർ ഒക്കെ കേട്ടില്ലേ? പിത്തസഞ്ചി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് കേട്ടോ കൊളെ. ഓക്കെ, അടുത്തതാണ് കോൺട്രോൾ എന്ന് പറഞ്ഞാൽ ബിലോങ്ങിങ് ടു കാർട്ടിലേജ്. എന്താണ്? ബിലോങ്ങിങ് ടു കാർട്ടിലേജ് കേട്ടോ. കാർട്ടിലേജ് കശേരുക്കൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സംഭവമാണ് കേട്ടോ. കോസ്റ്റോകോൺട്രൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. കോസ്റ്റോകോൺട്രൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ ഈ റിപ്സിന്റെ ഭാഗം ഉണ്ടല്ലോ, ഇവിടുത്തെ കാർട്ടിലേജ് നെഞ്ചിന്റെ ഭാഗത്ത്, അതിങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. അതെന്ന് വെച്ചാൽ ബോഡിയുടെ സ്ട്രക്ചർ മാറുന്നതിനനുസരിച്ച് വരുന്ന ചേഞ്ചസ് ആണ് കേട്ടോ. അപ്പൊ അത് അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. കോസ്റ്റോകോൺട്രൈറ്റിസ് കോൺട്രൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കാർട്ടിലേജുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. കശേരുക്കൾ എന്നൊക്കെ പറയുന്നത്. അടുത്തതാണ് സർക്കം എന്ന് പറയുമ്പോൾ സർക്കംഫറൻസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? സർക്കം എന്തായിരിക്കും? ഓൺ ഓൾ സൈഡ്സ് എബൌട്ട് എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ഓൺ ഓൾ സൈഡ്സ് എല്ലാ സൈഡും അല്ലെ. സർക്കംഫറൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? എന്താണ്? ചുറ്റളവ് എന്നിട്ട് പറയില്ലേ? എന്നതുപോലെ ഓൺ ഓൾ സൈഡ്സ് എബൌട്ട്. ഓക്കെ, അടുത്തത് നോക്കൂ. കോൺട്രാ എന്താണ് മീനിങ്? എഗെയിൻസ്റ്റ്, ഓപ്പോസിറ്റ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. കോൺട്രാസെപ്റ്റീവ് പിൽ എന്ന് കേട്ടിട്ടുണ്ടോ? കോൺട്രാസെപ്റ്റീവ് പിൽസ് പ്രഗ്നൻസിയിലെ എഗെയിൻസ്റ്റ് ആയിട്ട്, പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുക, അഗെയിൻസ്റ്റ് അതിന് ഓപ്പോസ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അങ്ങനെ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്നല്ലേ പറയാം. അപ്പൊ കോൺട്രാ എഗെയിൻസ്റ്റ് അഥവാ ഓപ്പോസിറ്റ്. ഓക്കെ, അടുത്തത് നോക്കൂ. കോസ്റ്റോ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ? കോസ്റ്റോകോൺട്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞില്ലേ? കോസ്റ്റോ റിബ് ഭാര്യയിലുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ബിലോങ്ങിങ് ടു എ റിബ്. ഓക്കെ, അടുത്തതാണ് സയാനോ ബ്ലൂ കളറിനെയാണ് കേട്ടോ. സയാനോ. ഓക്കെ, ബ്ലൂ കളറാണ്. ബ്ലൂ ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് സിസ്റ്റോ. എന്താണ്? സിസ്റ്റോ എന്ന് പറയുമ്പോൾ എന്താണ്? സിസ്റ്റോ അല്ലെ. റിലേറ്റിംഗ് ടു ദ ബ്ലാഡറുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലാഡർ ബാഗ് ആ പൗച്ച് മീൻസ് ഇതിന്റെ ഗോൾ ബ്ലാഡർ ആണ് കേട്ടോ. പൗച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് സിസ്റ്റോസ്കോപ്പ് എന്നൊക്കെ പറയുന്ന ഒരു എന്താ പറയാ ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് വന്നിട്ട് നമ്മൾ ഈ പറയുന്ന ബ്ലാഡറിന്റെ ഇൻസൈഡ് ഒക്കെ പരിശോധിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് സിസ്റ്റോസ്കോപ്പ് കേട്ടോ. സിസ്റ്റോസ്കോപ്പ്. അപ്പൊ സിസ്റ്റോ എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു ബ്ലാഡർ ആണ് കേട്ടോ. അടുത്തതാണ് സൈറ്റോ. നിങ്ങൾ ലബോറട്ടറി പഠിച്ചപ്പോ സൈറ്റോളജി എന്ന് പഠിച്ചില്ലേ? സൈറ്റോളജി സെല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ഓക്കെ, റിലേറ്റിംഗ് ടു എ സെൽ. ഓക്കെ, അടുത്തതാണ് സ്റ്റഡി ഓഫ് സെൽ. സൈറ്റോളജി അല്ലെ നമ്മൾ പറയാം. സൈറ്റോ എന്ന് കേൾക്കുമ്പോൾ എന്താണ്? ബിലോങ്ങിങ് ടു സെൽ. കോശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ അടുത്തെന്താണ്? റിലേറ്റിംഗ് ടു സെൽ. ടി ഒരു പ്രിഫിക്സ് ആണ് കേട്ടോ. ടി അത് ഡൗൺ ഫ്രം എന്നുള്ള അർത്ഥം.
താഴേക്ക് നിന്ന് താഴേക്ക് എന്നൊക്കെയുള്ള പറയില്ല നമ്മള് ഡിസെൻഡിങ് എന്നൊക്കെ പറയില്ല എന്ന രീതിയില് എന്താണ് ഡൗൺ ഫ്രം എന്നുള്ള മീനിങ് ഉണ്ട് കേട്ടോ. ഡെർമറ്റോളജി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഡെർമറ്റോളജി ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഡെർമാറ്റോ റിലേറ്റഡ് ടു ദ സ്കിൻ ആണ്. കറക്റ്റ് ആണ് കേട്ടോ. ഡെർമറ്റോളജി. അടുത്തതാണ് ടൈ, TI ടൈ. അത് ബൈ എന്നുള്ള അതേ ഇതാണ് കേട്ടോ. 2 times, ഡബിൾ എന്നൊക്കെയുള്ള അറിയാലോ. ഓക്കെ. അടുത്തെന്താണ് ഡയ, TIA ഡയ, ത്രൂ, കംപ്ലീറ്റ്ലി. ഡയാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രത്യേകത? അവിടെ നമ്മൾ ബ്ലഡില് എന്താണ് വേസ്റ്റ് ഇസ് റിമൂവ്ഡ് ത്രൂ ദ ബ്ലഡിലെ വേസ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യാണ്? റിമൂവ് ചെയ്യാണ്, കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാണ്. ത്രൂ ബ്ലഡിലൂടെ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് അല്ലെ. അതുകൊണ്ടാണ് ഡയാലിസിസ് എന്നൊക്കെ നമ്മൾ പറയുക. ഓക്കെ. ഡയ എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ മീനിങ് ത്രൂ, കംപ്ലീറ്റ്ലി എന്നുള്ള മീനിങ് കേട്ടോ. അടുത്തതാണ് DIS, എന്താണ്? ടഫ്, അഗനൈസിങ്, അബ്നോർമൽ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഡിസ്ഫങ്ഷൻ എന്നൊക്കെ പറയില്ലേ? ഡിസ്ഫങ്ഷൻ, നോർമൽ അല്ലാത്ത ഫങ്ഷൻസ്, അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിസ്ഫങ്ഷൻ, ഓർഗൻ ഡിസ്ഫങ്ഷൻ എന്നൊക്കെ പറയുന്നത് ഓർഗൻ നോർമൽ ആയിട്ടല്ല പ്രവർത്തിക്കുന്നത്, അബ്നോർമൽ ആയിട്ടാണെങ്കിൽ ടഫ് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അഗനൈസിങ്, വേദനിപ്പിക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ടഫ് ആയിട്ടുള്ള ആ ഒരു അർത്ഥമാണ് കേട്ടോ. അടുത്തതാണ് എക്ടോ, എന്താണ്? ഔട്ട് ഫ്രം, എന്താണ്? എക്ടോ, ഔട്ട് ഫ്രം. ഓക്കെ. അടുത്തത് ഇലക്ട്രോ, റിലേറ്റിംഗ് ടു ഇലക്ട്രിസിറ്റി. നമ്മള് ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെ, ഇലക്ട്രോ ECG അല്ലെ, ഇലക്ട്രോ കാർഡിയോഗ്രാം എന്താണ്? ഒരു ടെസ്റ്റ് ആണ് അല്ലെ, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട് അല്ലെ, ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ ആണ് അല്ലെ, ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. അപ്പൊ ആ പേര് പോലെ തന്നെ എന്താണ്? റിലേറ്റിംഗ് ടു ഇലക്ട്രിസിറ്റി. അതുപോലെ എൻഡോ, ഇൻസൈഡ്, എൻഡോമെട്രിയം കേട്ടിട്ടുണ്ട്? നമ്മുടെ യൂട്രസിന്റെ അകത്തുള്ള ആ ഒരു ലൈനിങ് ആണ് കേട്ടോ, എൻഡോമെട്രിയം. എൻഡോ എന്നൊക്കെ പറയുന്നത് ഇവിടെ എൻഡോ അർത്ഥം എന്താണ്? ഇൻസൈഡ്, യൂട്രസിന്റെ അകത്ത് ഇൻസൈഡ് ആയതുകൊണ്ടാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. എൻഡോ, ഇൻസൈഡ് എന്നുള്ള മീനിങ് ആണ്. എൻറ്റെറോ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ ഗ്യാസ്ട്രോ എൻറ്ററോളജി, എൻറ്റെറോ എന്ന് കേൾക്കുമ്പോൾ എന്താണ്? റിലേറ്റീവ് ടു ദ ഇൻറ്റസ്റ്റൈൻസ് അല്ലെ, കുടലുമായിട്ട് ബന്ധപ്പെട്ട. എൻറ്റെറോ എന്ന് കേൾക്കുമ്പോൾ അത് ഇൻറ്റസ്റ്റൈനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കുടലുമായിട്ട് ബന്ധപ്പെട്ടത്. നമ്മൾ ഗ്യാസ്ട്രോ എൻറ്ററോളജി എന്ന് പറഞ്ഞില്ലേ? ഓക്കെ. അടുത്തതാണ് എപ്പി എന്താണ്? അപ്പോൺ, ഓൺ എന്നൊക്കെയുള്ള എപ്പിഡെർമിസ്, ഓൺ സ്കിൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഓൺ, എപ്പിഡെർമിസ് എന്ന് പറയുമ്പോൾ സാധാരണ സ്കിന്നിനൊക്കെ മുകളിൽ വരുന്ന ഒരു പ്രശ്നങ്ങളാണ്. അപ്പൊ അപ്പോൺ, ഓൺ എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഓക്കെ. അപ്പൊ ഇതിന് നമ്മൾ 6 മാർക്ക് ചെയ്തത്. 28, 31, 32, 34, 39, 41. ഓക്കെ. കിട്ടിയല്ലോ? നെക്സ്റ്റ് പേജിലോട്ട് പോകണ്ട. നെക്സ്റ്റ് പേജില് 43 തൊട്ട് എത്ര വരെ ഉണ്ട്? 65 വരെ ഉണ്ട് കേട്ടോ. 43 തൊട്ട് 65 വരെയുള്ള പേജാണ്. അത്രയും നമ്പേഴ്സ് വരുന്നത്. അപ്പൊ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. 47 മാർക്ക് ചെയ്യാം കേട്ടോ. 47, 48, 49, 50, 52, 53, 56, 57, 58, then 65. ഓക്കെ. ഒന്നുകൂടെ പറയാണ്. 47, 48, 49, 50, 52, 53, 56, 57, 58, 65. മാർക്ക് ചെയ്തോ എല്ലാവരും? കറക്റ്റ് ആണ് കേട്ടോ. ഷിപ്പിനോ? കറക്റ്റ് ആണ്. എന്നോട് പറയണ എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി ആരെങ്കിലും ഇപ്പൊ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വായിക്കാണല്ലോ, വായിക്കാം. 43 നോക്കാം. എറിത്രോസൈറ്റ്, നമ്മുടെ RBC ഉണ്ടല്ലോ, ചുവന്ന രക്താണുക്കള്. അതിന് നമ്മളുടെ അതിന് ശരിക്കും മെയിൻ എന്താണെന്ന് അറിയാമോ?
നമ്മൾ RBC റെഡ് ബ്ലഡ് സെൽ എന്ന് പറയുന്നുണ്ട്. അതിന്റെ സയന്റിഫിക് നെയിം എന്താണ്? എറിത്രോസൈറ്റ് എന്നാണ്. എറിത്രോസൈറ്റ്, എറിത്രോ റിലേറ്റിംഗ് ടു എനിത്തിങ് റെഡ് ഓർ ടു എറിത്രോസൈറ്റ്സ്. ആരാണ് എറിത്രോസൈറ്റ്സ്? RBC ആണ് കേട്ടോ. ചുവന്ന രക്താണുക്കളെയാണ് എറിത്രോസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? EU പ്രിഫിക്സ് ആണ്. ക്വൈറ്റ്, ഗുഡ്, യൂഷ്വൽ എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. ക്വൈറ്റ്, ഗുഡ്, യൂഷ്വൽ എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. അടുത്തതാണ് എക്സോ. എക്സ്റ്റേണൽ എന്നൊക്കെ പറയുന്നത് തന്നെ നമുക്കറിയാം അല്ലെ, എന്താണ്? എക്സ്റ്റീരിയർ, പുറത്ത് അല്ലെ. എക്സോ എന്താണ്? എക്സ്റ്റീരിയർ, പുറത്ത്. അതുപോലെ എക്സ്ട്രാ എന്ന് പറയുന്നത് എന്താണ്? എക്സ്ട്രാ. ഓക്കെ, എക്സ്റ്റീരിയർ, ഇൻ അഡീഷൻ എന്നൊക്കെയുള്ള മീനിങ് ആണ്, അറിയാലോ. എക്സ്റ്റീരിയർ ഓർ ഇൻ അഡീഷൻ. അടുത്തത് ഗ്യാസ്ട്രോ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റിംഗ് ടു സ്റ്റൊമക്ക് അല്ലെ. സ്റ്റൊമക്ക് എന്ന് പറയുന്ന വേർഡ് നമുക്കറിയാം, പക്ഷെ അത് ഇംഗ്ലീഷ് വേർഡ് ആണ്. അതിനോടുള്ള ആ ഒരു ഗ്രീക്ക് വേർഡ് ആണ് ഗ്യാസ്ട്രോ. ഓക്കെ, റിലേറ്റിംഗ് ടു സ്റ്റൊമക്ക്. ഓക്കെ, ഗ്ലൈക്കോജൻ കേട്ടിട്ടുണ്ടോ? ഗ്ലൈക്കോജൻ ഷുഗർ ആണ് കേട്ടോ. നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കിയിട്ടാണ് സംഭരിച്ചു വെക്കുന്നത് കേട്ടോ. ഗ്ലൂക്കോസ് അല്ല, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കിയിട്ടാണ് നമ്മുടെ ബോഡിയിൽ സംഭരിക്കുന്നത്. ഗ്ലൈക്കോട്ട ഷുഗറിനാണ് ഉദ്ദേശിക്കുന്നത്. ഗൈനക്കോ അറിയാലോ, ഗൈനക്കോളജി അല്ലെ. റിലേറ്റിംഗ് ടു ഫീമെയിൽസ് ഓർ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. അടുത്തതാണ് ഹെമീറ്റോ. ഹീം എന്ന വാക്ക് കേട്ടാൽ അത് ബ്ലഡ് ആണ്, ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. ഹീം റിലേറ്റിംഗ് ടു ബ്ലഡ്. ഹെമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, ഹാഫ് എന്നുള്ള അർത്ഥമാണ് അല്ലെ. ഹെമിസ്ഫിയർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഭൂഖണ്ഡത്തിന് ഇങ്ങനെ രണ്ടായിട്ട് ഹെമിസ്ഫിയർ, നോർത്തേൺ ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയർ അല്ലെ. അതാണ് ഉത്തരാർദ്ധഗോളോ ദക്ഷിണാർദ്ധഗോളോ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് ഹെമിസ്ഫിയർ എന്നാണ്. ഹെമി എന്ന് പറയുമ്പോൾ പകുതി എന്നുള്ള അർത്ഥമാണ്. ഇത് ജോഗ്രഫി, ഞാൻ ജോഗ്രഫിയാണ് പറഞ്ഞത്. നമുക്ക് മെഡിക്കൽ ടേമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ബ്രെയിൻ ഒക്കെ പറയുമ്പോൾ ഹെമി ഒക്കെ വെച്ചിട്ട് പറയാം. ഹെമി ഹാഫ് കേട്ടാ. ഓക്കെ, അടുത്തത് ഹെമറ്റോളജി അല്ലെ. ഹെമറ്റോളജി എന്താണ്? റിലേറ്റിംഗ് ടു ബ്ലഡുമായിട്ട്. ഇവരല്ല കേട്ടോ, അത് ഹെപ്പറ്റോ ആണ് കേട്ടോ. ഹെമോ എന്നാണ് ഞാൻ പറഞ്ഞത്. HEM 52ാമത്തെയാണ് ഞാൻ പറഞ്ഞത്. ഹെമോ അല്ലെങ്കിൽ ഹെമറ്റോളജി എന്നൊക്കെ പറയുന്നത് എന്താണ്? റിലേറ്റിംഗ് ടു ബ്ലഡ് കേട്ടോ. ഹെപ്പാറ്റോ എന്താണ്? ഹെപ്പറ്റോളജി നമ്മൾ പഠിച്ചതാണ്. ലിവർ അല്ലെ, റിലേറ്റിംഗ് ടു ദ ലിവർ. ഓക്കെ, അടുത്തത് ഹെക്ടർ എന്ന് പറയുന്നത് എന്താണ്? അതർ, വാരിയസ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അതർ അഥവാ വാരിയസ്. അടുത്തത് ഹോം HOM എന്താണ്? ഐഡന്റിക്കൽ അല്ലെ, ഒരുപോലത്തെ എന്നുള്ള അർത്ഥമാണ് അല്ലെ, സമാനമായത്. ഹോം ഐഡന്റിക്കൽ. അടുത്തതാണ് ഹൈഡ്രോ. കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഹൈഡ്ര എന്താണ്? വിത്തുപോൾ എന്താണ് പറയുന്നത്? ഹോം ആണ്. HOM ഹോം. ഹോം പ്രിഫിക്സ് എന്താണ് അർത്ഥമാക്കുന്നത്? ഐഡന്റിക്കൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഐഡന്റിക്കൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ ടേം ഉണ്ടായിരിക്കാം. മെഡിക്കൽ ടേമിന്റെ പ്രിഫിക്സ് ആയിട്ട് വരുന്ന വാക്കാണ് ഹോം. അപ്പൊ ഹോം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ ടേം പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഐഡന്റിക്കൽ ആയിട്ടുള്ളത്, സമാനമായിട്ടുള്ളത് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. 52ഉം 53യും സെയിം അല്ലല്ലോ, സെയിം അല്ല. 52 ഹെമാണ് അല്ലെ. ഹെം എന്ന് വെച്ചാൽ ഹെമോ, അത് ബ്ലഡ് ആണ്. 53 ഹെപ്പറ്റോളജി. ഹെമറ്റോളജി എന്താ? സ്റ്റഡി ഓഫ് ബ്ലഡ് ആണ്. ഹെപ്പറ്റോളജി എന്താണ്? സ്റ്റഡി ഓഫ് ലിവർ. എന്താണ്? 50 രണ്ടും സെയിം ആണ്. 50ഉം 52ഉം സെയിം ആണ് കേട്ടോ. ചിലത് സെയിം ഇത് വരും. ഹീം എന്ന് പറയുമ്പോൾ ഹിമേറ്റോ, അതുപോലെ ഹെമറ്റോളജി രണ്ടും ഉദ്ദേശിക്കുന്നത് ബ്ലഡ് ആണ് കേട്ടോ. ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആണ്. ഒരേ ഇത് തന്നെ വരാം കേട്ടോ. അങ്ങനെ ഇനി ഒത്തിരി വരുന്നുണ്ട്, ഒരേപോലത്തെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അടുത്ത പേജിലൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. അപ്പൊ ഹൈഡ്രോ എന്ന് പറയുമ്പോൾ എന്താ? വാട്ടർ ആണ്. ഹൈഡ്രോഫോബിയ എന്ന് കേട്ടിട്ടുണ്ട്. ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞ എന്താണ്? വെള്ളത്തിനോടുള്ള പേടിയാണ്. ഈ അപസ്മാരക്കുള്ള ആളുകൾക്ക് ഹൈഡ്രോഫോബിയ ഉണ്ടാകുമ്പോൾ പറയും അല്ലെ, വെള്ളത്തിനോടുള്ള ഭയം എന്നുണ്ടാണ്. ഹൈഡ്രോ കേൾക്കുമ്പോൾ വാട്ടർ ആണ്. അതുപോലെ ഹൈപ്പർ എപ്പോഴും സൂചിപ്പിക്കുന്നത് എന്താണ്? ഹൈപ്പർ എപ്പോഴും സൂചിപ്പിക്കുന്നത് എന്താണ്? ഹൈ ലെവൽ ആണ്. ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഓവർ ആയിട്ട്, സൂപ്പർഫ്ലൂവസ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. കൂടുതലായിട്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓവർ അഥവാ സൂപ്പർഫ്ലൂവസ്. അടുത്തത് ഹൈപ്പോ എന്തായിരിക്കും? ലോ ലെവൽ ആയിരിക്കും അല്ലെ. അണ്ടർ അഥവാ ഇൻസഫിഷ്യന്റ്. ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പോ ടെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ ലോ ലെവൽ ആണ്.
സോ അത് അണ്ടർ അഥവാ ഇൻസഫിഷ്യന്റ്. ഇനി അടുത്തതാണ് ഹിസ്റ്റീരിയോ. ഹിസ്റ്റീരിയോ അല്ല, ഹിസ്റ്ററോ. ഹിസ്റ്ററോ അതാണ് റിലേറ്റിംഗ് ടു ദ യൂട്രസ് ആണ് കേട്ടോ. റിലേറ്റിംഗ് ടു ദ യൂട്രസ് ആണ് എന്ത് ഈ ഹിസ്റ്ററോ എന്ന് പറയുന്നത് കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ. ഹിസ്റ്ററക്ടമി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഹിസ്റ്ററക്ടമി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് ഈസ് ദ സർജിക്കൽ റിമൂവൽ ഓഫ് യൂട്രസ്. നമ്മൾ യൂട്രസ് ഒക്കെ എടുത്ത് മാറ്റില്ലേ, യൂട്രസ് സർജറി, അതിനെ നമ്മള് ഹിസ്റ്ററക്ടമി എന്നാണ് പറയാ. ഹിസ്റ്ററക്ടമി എന്നാണ് പറയുക. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജിക്കൽ റിമൂവൽ ഓഫ് യൂട്രസ് ആണ്. അപ്പൊ ഹിസ്റ്റർ എന്ന് പറയുന്ന വാക്ക് ഹിസ്റ്ററോ എന്നൊക്കെ പറയുന്നത് റിലേറ്റിംഗ് ടു ദ യൂട്രസ് ആണ് കേട്ടോ. യൂട്രസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ അടുത്തതാണ് ഇൻഫ്രാ. ഇൻഫ്രാ എന്ന് പറയുമ്പോൾ എന്താണ്? ബെനീത്ത് അല്ലെ, അടിയിൽ, താഴെ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഫർദർ ഓൺ അങ്ങനെയൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. അതുപോലെ താഴെ, അതുപോലെ എന്താണ് ഇൻഫ്ര. ഇൻഫ്രയുടെ തന്നെ പറയണേ ബെനീത്ത്, ഫർദർ ഓൺ എന്നൊക്കെയുള്ള അർത്ഥമാണ്. നമ്മൾ ഇതിലൊക്കെ പറയും ഇൻഫ്രാസോണിക് എന്നൊക്കെ പറയും. ഇൻഫ്രാസോണിക് തരംഗങ്ങൾ എന്നൊക്കെ കേട്ടില്ല. മെഡിക്കൽ ടൈം അല്ലാണ്ട് പറഞ്ഞ അല്ലാണ്ടുള്ള കാര്യമാണ്. ഇൻഫ്ര എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്? അടിയിൽ എന്നുള്ള അർത്ഥമാണ്. ഇൻഫ്രാസോണിക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? സാധാരണ നമുക്ക് ഓഡിബിൾ ആയിട്ടുള്ള സൗണ്ട് ഉണ്ട്. 20 ഹെഡ്സ് തൊട്ട് 20,000 ഹെഡ്സ് വരെയുള്ള സൗണ്ടേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ, മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ആ 20 ഹെഡ്സിന് തൊട്ട് താഴെയുള്ള സൗണ്ടിന് നമ്മൾ ഇൻഫ്രാസോണിക് എന്നാണ് പറയാ. നമുക്കത് കേൾക്കാൻ പറ്റില്ല. പക്ഷെ മൃഗങ്ങൾക്ക് ചിലതിനൊക്കെ അത് കേൾക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ സൂപ്പർ സോണിക് ഉണ്ട്. 20,000 ഹെഡ്സിന് മുകളിലോട്ട് പോകുന്ന ശബ്ദങ്ങൾ. ഓക്കെ, അപ്പൊ ജസ്റ്റ് പറഞ്ഞതുള്ളൂ. ഇൻഫ്ര എന്ന് പറയുമ്പോൾ ബെനീത്ത് കേട്ടോ, താഴെ, അടിയിൽ എന്നുള്ള അർത്ഥമാണ്. അടുത്തത് ഇന്റർമീഡിയേറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താ? നടുക്ക്, ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുക എന്നൊക്കെ പറയില്ലേ. ഇന്റർ എന്ന് പറയുമ്പോൾ ഇൻ ദ മിഡിൽ ഓഫ്. ഞാനത് പറയുന്നത് ഇത് മെഡിക്കൽ ടേംസ് ആയിട്ട് നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. ഈ പ്രിഫിക്സ് ആയിക്കോട്ടെ, സഫിക്സ് ആയിട്ട് ഇതെല്ലാം തന്നെ എല്ലാം മെഡിക്കൽ ടേംസിൽ മാത്രമല്ല ജനറൽ ലാംഗ്വേജിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ നമുക്ക് പരിചയമുള്ള ജനറൽ വേർഡ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ ടേംസുകൾ ധാരാളം ഉണ്ടാവും. അതിലേക്കൊന്നും നമുക്ക് പോകണ്ട, നമുക്കത് അറിയൂല. അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. ഇന്റർ എന്ന് പറഞ്ഞാല് ഇന്റർ മിഡിൽ ഓഫ് കേട്ടോ. അടുത്തത് നോക്കൂ, ഇൻട്രാ. ഇൻട്രാ ഇൻട്രാ എന്ന് പറഞ്ഞ എന്താണ്? ഇൻസൈഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇൻസൈഡ് നമ്മൾ എപ്പോഴും തെറ്റി പോകുന്നതാണ്. ഇൻട്രയും ഇന്ററും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. എപ്പോഴും ഇൻട്ര എന്ന് കേൾക്കുമ്പോൾ ഓർക്കുക വിത്ത് ഇൻ ദ, ഇൻസൈഡ് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ ഇൻട്ര. അടുത്തത് ഐസോ. ഐസോ ഈക്വൽ അല്ലെ, ഈക്വൽ. എനിക്കത് മെഡിക്കൽ ടേം അറിയില്ല, പക്ഷെ നമ്മൾ ഐസോതേം, ഐസോബാർ എന്നൊക്കെ പറയാറുണ്ട്. ഐസോതേം എന്നൊക്കെ പറഞ്ഞാൽ ടെമ്പറേച്ചർ ഈക്വൽ ആയിട്ടുള്ളതാണ്. അതിനൊക്കെ നമ്മൾ ഐസോ എന്ന് വെച്ചാണ് ഉപയോഗിക്കുക. ഐസോ എന്ന് പറഞ്ഞാൽ ഈക്വൽ എന്നാണ് കേട്ടോ. ഈക്വൽ എന്ന മീനിങ് ആണ്. അടുത്തത് ലാക്ടറോ. ലാക്ടറോ എന്ന് പറയുന്നത് എന്താണ്? ലാറ്ററൽ സൈഡ്. ലാറ്ററൽ സൈഡ് ആണ് കേട്ടോ. സൈഡ്, സൈഡ് ഒരു വശമാണ് ഉദ്ദേശിക്കുന്നത്. ലാക്ടറോ സൈഡ്. ഓക്കെ, സൈഡ് ആണ്, വശം എന്നുള്ള അർത്ഥമാണ്. ഇനി ല്യൂക്കോ. ല്യൂക്കോ, ല്യൂക്കോസൈറ്റ്. നമ്മൾ എറിത്രോസൈറ്റ് പഠിച്ചത് ഓർമ്മയുണ്ടോ? ചുവന്ന രക്താണുക്കളെയാണ് പറയുന്നത്. അതുപോലെ ല്യൂക്കോസൈറ്റ് എന്താണ്? WBC. WBC ഇല്ലേ, വൈറ്റ് ബ്ലഡ് സെൽസ്, അതിന്റെ സയന്റിഫിക് നെയിം ആണ് കേട്ടോ ല്യൂക്കോസൈറ്റ് എന്ന് പറയുന്നത്. ല്യൂക്കോ എന്താണ്? റിലേറ്റിംഗ് ല്യൂക്കോപീനിയ. ഓക്കെ, അതുപോലെ ലുക്കീമിയ അല്ലെ, ലുക്കീമിയ എന്നൊക്കെ പറയുന്നത് എന്താണ്? അതായത് WBCയുടെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്ന ബ്ലഡ് ക്യാൻസർ അല്ലെ. അപ്പൊ ല്യൂക്കോ എന്നൊക്കെ പറയുന്നത് റിലേറ്റിംഗ് ടു എനിത്തിങ് വൈറ്റ് ഓർ ടു ല്യൂക്കോസൈറ്റ്സ്, ദാറ്റ് ഈസ് WBC. ഓക്കെ, ലുക്കീമിയ കേട്ടോ, ലുക്കീമിയ. അതിനകത്ത് LEUK എന്നാണ് വരുന്നത്. ശരി, അടുത്ത പേജിലോട്ട് പോവാലോ. ഇതിനകത്ത് മാർക്ക് ചെയ്തത് 47, 48, 49, 50, 52, 53, 56, 57, 58, 61. നിങ്ങൾ മാർക്ക് ചെയ്തത് നോക്കുകയാണെങ്കിൽ ഒരുവിധം നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ തന്നെയാണ്. അധികം ഫെമിലിയർ ആയിട്ടുള്ള വേർഡുകൾ തന്നെയാണ് മാർക്ക് ചെയ്ത് വരുന്നത്. അപ്പൊ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. നെക്സ്റ്റ് പേജ് കേട്ടോ. നെക്സ്റ്റ് പേജ് 66 തൊട്ട് 90 വരെയാണ് കേട്ടോ. 66 തൊട്ട് 90 വരെയാണ് നമ്പർ വരുന്നത്. അപ്പൊ ഇതിനകത്ത് മാർക്ക് ചെയ്തോളൂ. 67, 67, 70, 73, 73, 79,
79, 80, 84, 89. ഒന്നുകൂടെ പറയാണ്. 67, 70, 73, 79, 80, 84, 89. കിട്ടിയില്ല നമ്പേഴ്സ്? മാർക്ക് ചെയ്തല്ലോ. വായിക്കാം നമുക്കത്. അടുത്തതാണ് ലിത്തോ. ലിത്തോ എന്താണ്? ലിജി? 7 അല്ലെ? ഏതെണ്ണല്ലേ വരുന്നത്? 7 കേട്ടോ ആ പേജിനകത്ത് വരുന്നത്. ലിത്തോ. ലിത്തോ എന്താണ്? റിലേറ്റിംഗ് ടു എ സ്റ്റോൺ. ലിത്തോസ്ഫിയർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ശിലാമണ്ഡലം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ലിത്തോസ്ഫിയർ എന്നൊക്കെ പറയും അല്ലെ? ശിലാമണ്ഡലം. സ്റ്റോൺ. ഓക്കെ, കല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ സാധാരണ ചിലപ്പോ നമ്മള് മുദ്രത്തിക്കല്ലോ അങ്ങനെയൊക്കെ വരുമ്പോ അവിടെ ചിലപ്പോൾ ഉപയോഗിക്കുന്ന ടേമുകളിൽ വരുന്ന പ്രിഫിക്സുകളായിരിക്കും കേട്ടോ. ലിത്തോ എന്താണ്? റിലേറ്റിംഗ് ടു എ സ്റ്റോൺ. ഓക്കെ. അടുത്തത് മാക്രോ. ഹൈജ് എന്നല്ല കേട്ടോ, ഹ്യൂജ് എന്നാക്കാം കേട്ടോ. ഹ്യൂജ് എന്നാക്കാം കേട്ടോ. HY അല്ല, HU ആണ് കേട്ടോ. തെറ്റ് വന്നിട്ടുണ്ട് അവിടെ. ഹ്യൂജ് എന്നാക്കാം. മാക്രോ നമ്മൾ പറയില്ലേ, മാക്രോസ്കോപ്പിക്. മാക്രോസ്കോപ്പിക് എന്നൊക്കെ പറയുന്നത് എന്താണ്? വലുതായി കാണാം, ഹ്യൂജ് ആയിട്ട് കാണാം അല്ലെ? മാക്രോസ്കോപ്പിക് ഇമേജ്. മാക്രോ ഉണ്ട്, മൈക്രോ ഉണ്ട് അല്ലെ? മാക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഹ്യൂജ് അല്ലെ, വലുത്, ലാർജ് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അപ്പൊ ഹൈജ് അല്ല, ഹ്യൂജ് എന്നാണ് കേട്ടോ. ഹ്യൂജ് എന്നാണ്. ഓക്കെ. അടുത്തതാണ് മാൽ. MAL, മാൽ. മാൽ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ എന്താണ്? ബാഡ് ഓർ അൺയൂഷ്വൽ. നമ്മൾ നേരത്തെ DYS ഡിസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്നു. ഡിസ്ഫങ്ഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ സംഭവം തന്നെയാണ് മാൽ. മാൽ ഫംഗ്ഷൻ. അത് എന്താണ്? മാൽ എന്ന് പറയുന്നത് എന്താണ്? ബാഡ് ഓർ അൺയൂഷ്വൽ, അതായത് അസാധാരണമായിട്ടുള്ളത് അല്ലെ, ബാഡ് ആയിട്ടുള്ളത്, യൂഷ്വൽ അബ്നോർമൽ ആയിട്ടുള്ളത്, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അടുത്തത് എന്താണ്? അതന്നെ, മാൽ ന്യൂട്രീഷൻ. അതെ, പോഷകാഹാരക്കുറവ്. അതായത് സാധാരണ യൂഷ്വൽ ആയിട്ടുള്ള ലെവലിൽ ഇല്ല, അൺയൂഷ്വൽ ലെവലിലാണ് നിൽക്കുന്നത്. ഓക്കെ, മാൽ ന്യൂട്രീഷൻ നിങ്ങൾക്ക് ആലോചിച്ച് കിട്ടുന്നുണ്ടല്ലോ. പിന്നെന്താണ്? മിഡി. മിഡി അല്ലെങ്കിൽ മിഡി, മീഡിയം, മീഡിയം എന്നൊക്കെ നമ്മൾ പറയും. മിഡിൽ അല്ലെ? മിഡിൽ എന്നുള്ള മീനിങ് ആണ്. മെഗാ. മെഗാ എന്ന് പറയുന്നത് എന്താ? മെഗാമേള അല്ലെ? അങ്ങനെ പറയുന്നത് എന്താണ്? ഹ്യൂജ് ആണ് അല്ലെ? ഹ്യൂജ്. ഓക്കെ, വലുത്. അപ്പൊ മാക്രോ എന്ന് പറഞ്ഞാലും ഹ്യൂജ് എന്നാണ്, മെഗാ എന്ന് പറഞ്ഞാലും ഹ്യൂജ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? അടുത്തതാണ് എന്ത്? മെലൻ. മെലൻ, മെലനോമ ഒക്കെ കേട്ടിട്ടുണ്ടോ? ഒരു ടൈപ്പ് ഓഫ് എന്താണ്? ക്യാൻസർ ആണ്, സ്കിൻ ക്യാൻസർ ആണ് കേട്ടോ. മെലനോമ. മെലൻ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആണ്. മെലാനിൻ എന്നൊക്കെ പറയുന്നത് പറഞ്ഞ വസ്തു നമ്മൾക്ക് നമ്മുടെ മുഖത്തിപ്പം എന്താണ് കാക്കപ്പുള്ളി എന്നൊക്കെ അല്ലേ പറയാം, കാക്കപ്പുള്ളി. ആ സംഭവമൊക്കെ ഈ മെലാനിൻ കട്ട പിടിച്ചിട്ടാണ് ആ ഒരു കളറായിട്ടൊക്കെ വരുന്നത് കേട്ടോ. അപ്പൊ മെലനോമ എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഒരു ടൈപ്പ് ഓഫ് സ്കിൻ ക്യാൻസർ ആണ് കേട്ടോ. അപ്പൊ ബ്ലാക്ക് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് കളറാണ്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത ആ ഒരു മറുകുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഈ സ്കിന്നിന്റെ ഒരു വർണ്ണ വസ്തുവാണ് മെലാനിൻ എന്നൊക്കെ പറയുന്നത്. അത് അവിടെ കട്ട പിടിക്കുമ്പോഴാണ് അവിടെ ഒരു ബ്ലാക്ക് കളറായിട്ട് ഒരു മറുക് പോലെ അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ മെലാൻ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് എന്ന് ഓർത്താൽ മതി. ഓക്കെ. അടുത്തത് എന്താണ്? മെനിൻജോ. അത് മെനിൻജൈറ്റിസ് എന്നൊക്കെ ഉള്ള വാക്ക് കേട്ടില്ല? മെനിൻജൈറ്റിസ്, മെനിഞ്ചസ്, അതായത് നമ്മളുടെ മസ്തിഷ്കത്തിലേക്ക് ആവരണം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു മെംബ്രെയിൻ ആണ്. അപ്പൊ അതിനൊക്കെ വരുന്ന ഇൻഫെക്ഷൻസ് ഒക്കെയാണ് മെനിൻജൈറ്റിസ്. അപ്പൊ മെനിൻജോ എന്ന് പറയുന്നത് വവ്വലാണ് കേട്ടോ, കമ്പൈൻ ചെയ്യുന്ന വവ്വലാണ്. റിലേറ്റിംഗ് ടു മെംബ്രെയിൻ, ദാറ്റ് മീൻസ് വിച്ച് മെംബ്രെയിൻ? മെനിഞ്ചസ് അല്ലെ? നമ്മുടെ ബ്രെയിനിന് ആവരണം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, മെനിഞ്ചസ്. അടുത്തത് നമ്മൾ മാക്രോ പഠിച്ചു, ഹ്യൂജ് എന്നാണ് പഠിച്ചത്. അടുത്തത് എന്താണ്? മൈക്രോ. മൈക്രോ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ഇമേജ്. മൈക്രോ ഓർഗാനിസംസ്. ടൈനി അല്ലെ? കുഞ്ഞില് ടൈനി ആണ്, സ്മോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അടുത്തത് മോണോ. മോണോ എന്താ? മോണോ സിംഗിൾ അല്ലെ? എന്താണ്? സിംഗിൾ ആണ് കേട്ടോ, ഒറ്റയുള്ളത്. ഓക്കെ, ഒറ്റയ്ക്കുള്ളത് മോണോ. അടുത്തതാണ് മൈലോ. എന്താണ്? മൈലോ. മൈലോ എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു സ്പൈനൽ കോഡ് അഥവാ ബോൺ മാരോ, നമ്മുടെ അസ്ഥിമജ്ജ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് അല്ലെ, സുഷുമ്ന കേട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് കേട്ടോ മൈലോ എന്ന് പറയുന്നത്. ഓ എന്ന് പറയുന്ന ബ്രാക്കറ്റ് വെച്ചേക്കുന്നത് കമ്പൈനിങ് വവ്വൽ ആണ് കേട്ടോ. അടുത്തത് മയോ. മയോ, MYO, മയോ. ഓ നമ്മൾ റിലേറ്റ് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്നു. മയോകാർഡിയം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, മസിലുമായിട്ട് റിലേറ്റ് ആയ വാക്കാണ് കേട്ടോ. റിലേറ്റിംഗ് ടു മസിൽ. നമ്മള് ഈ ഹാർട്ടിന്റെ മയോകാർഡിയം എന്നാണ് പറയുന്നത്. ഹാർട്ടിന്റെ മസിൽസ് ഒക്കെയാണ് നമ്മൾ പറയുന്നത് മയോകാർഡിയം. അപ്പൊ മയോ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു മസിൽ ആണ് കേട്ടോ. അടുത്തതാണ് നാസോ.
നാസോ സോറി നാസോ അല്ല നാസോ 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 എന്താ നേസൽ അല്ലെ നേസൽ ഡ്രോപ്സ് റിലേറ്റിംഗ് ടു ദ നോസ് അതെ നോസ് ആണ് കേട്ടോ. പിന്നെന്താണ് നിയോ ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നിയോനാറ്റോളജി നമ്മൾ പഠിച്ചതല്ലേ. നിയോ എന്താണ് ന്യൂ ബോൺ ബേബീസിന്റെ ഏതാണെന്ന് നമ്മൾ പറയാം നിയോനാറ്റോളജി എന്നല്ലേ പറയാം. ഓക്കെ അപ്പൊ ന്യൂ ആണ് കേട്ടോ. നെഫ്രോ അത് നമുക്ക് അറിയാവുന്നതല്ലേ. നെഫ്രോ എന്താ റിലേറ്റഡ് ടു ദ കിഡ്നി ആണ് കേട്ടോ, കിഡ്നി ആണ്. ഓക്കെ ദെൻ ന്യൂറോ എന്താണ് ന്യൂറോ റിലേറ്റിംഗ് ടു ദ നെർവസ് സിസ്റ്റം അല്ലെ, നാഡീ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ന്യൂറോ എന്ന് പറയുന്നത്. അടുത്തതാണ് നൊക്റ്റ് നൈറ്റ് ആണ് കേട്ടോ. നൊക്റ്റ് എന്നുള്ളത് നൈറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അടുത്തതാണ് ഒളിഗോ. എന്താണ് ഒളിഗോ എന്ന് പറഞ്ഞാൽ ടൈനി ലാക്കിംഗ് അഥവാ ഡെഫിഷ്യൻ, ചെറിയ കുറവ്. ടൈനി ലാക്കിംഗ് ഡെഫിഷ്യൻ അഭാവം കുറവ് ഒളിഗോ കേട്ടോ, ഒളിഗോ. അടുത്തത് എന്താണ് ഊഫോറോ. എന്താണ് ഊഫോറോ എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു ദ നെർവസ് സിസ്റ്റം ആണ് കേട്ടോ. ഊഫോറോ എന്താണ് റിലേറ്റിംഗ് ടു ദ നെർവസ് സിസ്റ്റം ഊഫോറോ. ഓക്കെ റിലേറ്റിംഗ് ടു ദ നെർവസ് സിസ്റ്റം ആണ് കേട്ടോ. അപ്പൊ നോക്കൂ ന്യൂറോ എന്ന് പറഞ്ഞാലും റിലേറ്റിംഗ് ടു ദ നെർവസ് സിസ്റ്റം ആണ്, ഊഫോറോ എന്ന് പറഞ്ഞാലും റിലേറ്റഡ് ടു ദ നെർവസ് സിസ്റ്റം ആണ്. ഒരേ മീനിങ്ങിൽ വരുന്ന പല ഇത് വരുന്നുണ്ട് കേട്ടോ, പല പ്രിഫിക്സുകളും വരുന്നുണ്ട് എന്നുള്ളത് നോക്കി വെക്കുക. അടുത്തത് ഒഫ്താൽമോളജി നമ്മൾ പറയുന്നതാണ് അല്ലെ. ഒഫ്താൽമോ റിലേറ്റഡ് ടു ദ ഐ ആണ് കേട്ടോ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്ത മൂന്നെണ്ണം ഒരേ മീനിങ് ആണ് കേട്ടോ. ഓർക്കിയോ ഓറോ എന്നൊക്കെ പറഞ്ഞെന്താണ് റിലേറ്റഡ് ടു ടെസ്റ്റിക്കിൾസ്, വൃഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അതായത് പുരുഷന്റെ എന്താണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കുകളാണ് കേട്ടോ. ഓർക്കിയോ ഓറോ എന്നൊക്കെ പറഞ്ഞാല് റിലേറ്റിംഗ് ടു ടെസ്റ്റിക്കിൾസ് കേട്ടോ, വൃഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആണ് കേട്ടോ. ഓക്കെ അടുത്തത് നോക്കൂ ഓർത്തോ എന്ന് പറയുമ്പോൾ എന്താണ് ഡയറക്റ്റ് ഓർ നോർമൽ എന്നാണ് കേട്ടോ, നേരിട്ടോ എന്നുള്ള അർത്ഥം. ഓർത്തോ ഓക്കെ ഡയറക്റ്റ് ഓർ നോർമൽ എന്നുള്ള അർത്ഥമാണ്. അടുത്തതാണ് ഓസ്റ്റിയോപോറോസിസ് നമ്മൾ പഠിച്ചിട്ടില്ലേ ഡിപ്പാർട്ട്മെന്റിന്. എന്താണ് ഈ പറയുന്ന ബോൺസുകൾ എല്ലാം തന്നെ ഫ്രജൈൽ ആയിട്ട് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ്. ഓസ്റ്റിയോ എന്താണ് റിലേറ്റിംഗ് ടു ബോൺ ആണ് കേട്ടോ, റിലേറ്റിംഗ് ടു ബോൺ ആണ്. അടുത്തത് ഓട്ടോ എന്താണ് ഓട്ടോളജി എന്ന് പറയുന്നത് എന്താണ് റിലേറ്റീവ് ടു ഇയർ ആണ് കേട്ടോ, ചെവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓട്ടോളജി ഓട്ടോലാരിങ്കോളജിസ്റ്റ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചതാണ്. ഓട്ടോലാരിങ്കോളജിസ്റ്റ് ENT അല്ലെ, അയാളെ പറയുന്ന ഒരു പേരുണ്ട് ഓട്ടോലാരിങ്കോളജിസ്റ്റ്. അപ്പൊ ഓട്ടോളജി എന്നൊക്കെ പറയുന്നത് റിലേറ്റീവ് ടു ഇയർ ആണ്. കട്ടായി പോയാ ശരി. അപ്പൊ ആ ഒരു പേജിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തത് 67, 70, അതുപോലെ 73, 79, 80, 84, 89. ഓക്കെ നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. പറയട്ടെ അടുത്ത പേജില് 91 തൊട്ട് എത്ര വരെയാണ് 115 വരെ ഉണ്ട് കേട്ടോ, 115 വരെ ഉണ്ട്. അപ്പൊ അതിൽ മാർക്ക് ചെയ്യേണ്ടത് ഒന്ന് നോട്ട് ചെയ്യാം. 92 92 98 കേട്ടോ, 92 98 98 98 104 104 കേട്ടോ, 104 105 105 105 106 106 അത്രേ ഉള്ളൂ കേട്ടോ. ആ പേജിന് അത്ര മാത്രം മാർക്ക് ചെയ്താൽ മതി. 5 വരുന്നുള്ളൂ കേട്ടോ. ഓക്കെ 92 98 104 105 106. നിങ്ങളിത് മാർക്ക് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇത് നമുക്ക് പരിചയമുള്ള വാക്കുകളാണ് കേട്ടോ. ആരോ കഴിഞ്ഞ ക്ലാസ്സിൽ എന്നോട് ചോദിച്ചിരുന്നു പ്രിഫിക്സ് പാര എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ആണോ എന്ന് പറയാം. ഉണ്ട്, ശരിയാണ്. പാര ഡിസൈഡ് എന്നുള്ള അർത്ഥം. നമ്മൾ ആംബുലൻസ് സർവീസിനകത്ത് പാരാമെഡിക്കൽ അല്ലെ, പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നും പറഞ്ഞ് പഠിച്ചു അല്ലെ. എന്താണ് സ്റ്റാഫ് ദാറ്റ് വർക്കിംഗ് ബിസൈഡ് ദ ഡോക്ടർ അല്ലെ, ഡോക്ടറുടെ കൂടെ ഡോക്ടറോടൊപ്പം തന്നെ എലോങ് സൈഡ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ബിസൈഡ് അരികിൽ, എലോങ് സൈഡ് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന
എന്നുള്ള അർത്ഥത്തിലാണല്ലോ നമ്മൾ ഡോക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് പാരാമെഡിക് സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പൊ പാര എന്ന് പറയുന്നതും എന്താണ് ഒരു പ്രിഫിക്സ് ആണ്, മീനിങ് ഡിസൈഡ് എന്നാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ആരെ ചോദിച്ചു പാര എന്ന് പറയുന്നത് പ്രിഫിക്സ് ആണോ എന്ന് ചോദിച്ചത്. പാര പ്രിഫിക്സ് ആണ് കേട്ടോ. അടുത്ത നോക്കൂ, പാത്തോളജി നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വേർഡാണ് അല്ലെ. പാത്തോളജി, പാത്തോജൻസ് എന്നൊക്കെ പറഞ്ഞ എന്താണ്, പാത്തോളജി എന്താണ്, റിലേറ്റീവ് ടു ഡിസീസ് ആണ് അല്ലെ, രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പാത്തോജൻ എന്ന് പറയുന്നത് എന്താണ്, രോഗകാരികളാണ് കേട്ടോ. ബാക്ടീരിയ, വൈറസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പാത്തോജൻസ് എന്ന് പറയുന്നത്. പാത്തോളജി എന്ന് പറയുമ്പോൾ റിലേറ്റീവ് ടു ഡിസീസ്, രോഗവുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്തത് പെർ, PER, പെർ. പെർ എന്ന് പറയുമ്പോൾ ത്രൂ എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. ത്രൂ, PER എന്ന് വെച്ച് ഒരു പ്രിഫിക്സിൽ തുടങ്ങിയ എന്തെങ്കിലും ഒരു മെഡിക്കൽ ടേം വരും, അതിന്റെ അർത്ഥം ത്രൂ എന്നുള്ള അർത്ഥമാണ്. അതുപോലെ പെരി, പെരി, PER, പെരി, അറൌണ്ട്. പെരിമീറ്റർ എന്ന് ഓർത്താൽ മതി കേട്ടോ. പെരിമീറ്റർ, ചുറ്റളവ് എന്ന് നമ്മൾ പറയുന്നില്ലേ, ആ സംഭവം. ഞാൻ മെഡിക്കൽ ടേം അല്ലാത്ത പറഞ്ഞ് നമുക്കറിയാവുന്ന ജനറൽ ടേം പറഞ്ഞത് മാത്രം ഇതൊക്കെ ഓർക്കാനായിട്ട്. പെരി എന്ന് പറയുമ്പോൾ എറൗണ്ട് എന്നുള്ള അർത്ഥമാണ്. അടുത്തത് ഫാഗോ, ഫാഗോ. ഫാഗോ എന്ന് പറയുമ്പോൾ എന്താണ്, റിലേറ്റീവ് ടു ഈറ്റ്, അതായത് ഭക്ഷണവുമായിട്ട്, കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടത്, വിഴുങ്ങുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഫാഗോസൈറ്റോസിസ് എന്നൊക്കെ പറയും. നമ്മൾ ഈ WBC തന്നെ ഒരു 5 ടൈപ്പ് WBC ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് പറഞ്ഞാൽ ഫാഗോസൈറ്റോസിസ് അങ്ങനെ നമ്മൾ പറയാം. വിഴുങ്ങുന്നതുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതുമായിട്ട്, തിന്നുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് വാക്കാണ് കേട്ടോ. ഫാഗോ എന്ന് പറയുന്നത് കമ്പനി ആണ്, റിലേറ്റീവ് ടു ഈറ്റ്. അടുത്തതാണ് ഫാരിംഗോ, ഫാരിംഗോ എന്താണ്, ഫാരിങ്സ്, ഫാരിംഗോ ത്രോട്ട് അല്ലെ, ത്രോട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റിലേറ്റീവ് ടു ത്രോട്ട് ഓർ ഫാരിങ്സ് കേട്ടോ. റിലേറ്റീവ് ടു ത്രോട്ട് ഓർ ഫാരിങ്സ്, അതന്നെ ഫാരിങ്കൈറ്റിസ് കേട്ടോ. ഫാരിങ്കൈറ്റിസ് എന്ന് വെച്ചാൽ നമ്മുടെ ത്രോട്ടായിട്ട് ബന്ധപ്പെട്ടതാണ്, ഫാരിങ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് ഫിലബോ. ഫിലബോ എന്താണ്, റിലേറ്റീവ് ടു വെയിൻ. നമ്മള് എന്തിനെ പഠിച്ച് നിങ്ങൾ ഇതിലല്ല അല്ലെ, നിങ്ങൾ ലബോറട്ടറി പഠിച്ചില്ലേ, ഫിലബോട്ടോമിസ്റ്റ് പഠിച്ചാ. ഫിലബോട്ടോമിസ്റ്റ് അതല്ലേ, ബ്ലഡ് കളക്ട് ചെയ്യുന്ന ആള് ഫിലബോട്ടോമിസ്റ്റ്. അപ്പൊ ബ്ലഡ് എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസൽ, വെയിനും ഒക്കെ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫിലബോ റിലേറ്റീവ് ടു വെയിൻ ആണ് കേട്ടോ. വെയിനുമായിട്ട്, വെയിനിലൂടെ ബ്ലഡ് വരുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങനെ ഒന്ന് ചിരിച്ചാൽ മതി കേട്ടോ. അടുത്തതാണ് എന്താണ് ന്യൂമോ അല്ലെ, ന്യൂമോ ട്ടാ. ന്യൂമോ ചെറിയൊരു PH വരണം കേട്ടോ. PH വരുമ്പോഴാണ് ഇത് കറക്റ്റ്. PE എന്നാണ് തുടങ്ങിയിരിക്കുന്നത്, PH ആണ് ന്യൂമോണിയ. ന്യൂമോണിയ എന്നൊക്കെ പറയുന്നത് എന്തിന് വരുന്ന അസുഖമാണ്, ശ്വാസകോശത്തിന് വരുന്ന അസുഖമാണ് അല്ലെ. റിലേറ്റീവ് ടു ലങ്സ്, എയർ ഓർ റെസ്പിറേഷൻ, ശ്വാസവുമായിട്ട്. ഇവിടെ ഞാൻ നോക്കിയിട്ടൊന്ന് പറയാം കേട്ടോ. PH വരണം എന്നാണ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ന്യൂമോ ഓക്കെ. എന്തായാലും റിലേറ്റീവ് ടു ലങ്സ്, എയർ ഓർ റെസ്പിറേഷൻ കേട്ടോ, ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമോണിയ ഓർത്താൽ മതി കേട്ടോ. പോളി, പോളി, പോളി എന്ന് പറയുന്നത് എന്താണ്, മൾട്ടി എന്നുള്ള അർത്ഥമാണ് അല്ലെ. മൾട്ടി അല്ലെ, പോളിമർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. പോളിമർ, പോളിമർ എന്ന് പറയുമ്പോൾ ഒരുപാട് മോണോമറുകൾ കൂടി ചേർന്നിട്ടാണ് പോളിമർ ഉണ്ടാവുന്നത്. അപ്പൊ മൾട്ടി മോണോമേഴ്സ് കൂടി ചേർന്നിട്ടാണ് പോളിമർ ഉണ്ടാവുന്നത്. മൾട്ടി എന്നുള്ള അർത്ഥം കേട്ടോ. പോളി എന്ന് പറയുമ്പോൾ മൾട്ടി എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അടുത്തത് പോസ്റ്റ്. പോസ്റ്റ്, പോസ്റ്റ് പാർട്ടം. പോസ്റ്റ് പാർട്ടം പീരീഡ് എന്നൊക്കെ പറഞ്ഞ എന്താണ്, ആഫ്റ്റർ അല്ലെ, അതായത് എന്താണ്, ഡെലിവറിക്ക് ശേഷം അല്ലെ, കുഞ്ഞിന്റെ ബർത്തിന് ശേഷം. കാരണം നമ്മൾ പോസ്റ്റ് പാർട്ടം പീരീഡ് എന്നൊക്കെ അല്ലേ നമ്മൾ അതിനെ പറയാം. ഓക്കെ, പോസ്റ്റ് ആഫ്റ്റർ ഡെലിവറി അല്ലെ, ബിഹൈൻഡ് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് കേട്ടോ. അടുത്തത് പ്രീ അറിയാലോ, ബിഫോർ അല്ലെ, പ്രീ ഡിഗ്രി അല്ലെ, അത് നമ്മൾ പഠിക്കും, പ്രിമേച്വർ അല്ലെ. ഓക്കെ, ബിഫോർ. അടുത്തത് പ്രോ. പ്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിഫോർ. അതുപോലെ തന്നെ ഇൻ ഫ്രണ്ട് ഓഫ്. എന്താണ് പ്രോ എന്ന് പറയുമ്പോൾ ബിഫോർ അഥവാ ഇൻ ഫ്രണ്ട് ഓഫ് എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. പ്രോ ഓക്കെ. അടുത്തത് പ്രൊക്ട്. എന്താണ് പ്രൊക്ട്, പ്രൊക്ടോ. പ്രൊക്ടോ എന്നൊക്കെ പറയുമ്പോൾ റിലേറ്റീവ് ടു ദ റെക്ടം. ഓക്കെ, റെക്ടം. റെക്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ മലാശയം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് കേട്ടോ. പ്രൊക്ടോ, റിലേറ്റീവ് ടു ദ റെക്ടം. അടുത്തത് സ്യൂഡോ. സ്യൂഡോ എന്ന് പറയുമ്പോൾ ഫേക്ക് അല്ല കേട്ടോ, ഫേക്ക് ആണ്. ഫേക്ക്, ടി ഒന്ന് മാറ്റിട്ട് F എന്നിട്ട് കേട്ടോ. ഫേക്ക് ആണ് സ്യൂഡോ എന്ന് പറഞ്ഞത് കേട്ടോ. സ്യൂഡോ എന്ന് പറഞ്ഞാൽ തെറ്റായത്, വ്യാജമായത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഫേക്ക് അല്ല, ഫേക്ക് ആണ് കേട്ടോ. ടി വെറ്റ F എന്നാണ് കേട്ടോ. ടി വെറ്റ F എന്നാക്കിക്കോളൂ കേട്ടോ. ഓക്കെ, സ്യൂഡോ എന്ന് വെച്ചാൽ ഫേക്ക് കേട്ടോ, ഫേക്ക്. ഓക്കെ, അടുത്തത് സൈക്കോ. അറിയാലോ, സൈക്കോളജി. എന്താണ്, റിലേറ്റീവ് ടു ദ മൈൻഡ് അല്ലെ, മനസ്സ്, മനഃശാസ്ത്രം എന്നൊക്കെയുള്ള പറയാറില്ലേ നമ്മൾ സൈക്കോളജി.
പൾമോ, പൾമണോ, പൾന്നൊക്കെ കേൾക്കുമ്പോൾ പൾമോ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താണ്? ലെൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് പൾമണോളജി. അതെ, റിലേറ്റീവ് ടു ദ ലെൻസ്. കണ്ടില്ലേ പൾമണോളജി വിഭാഗം. അടുത്തതാണ് പെർ. PUR പെർ എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു പസ്. പസ് എന്ന് വെച്ചാൽ പഴുപ്പാണ് കേട്ടോ. പഴുപ്പ് പസ് വരാൻ നമ്മൾ പറയുന്നത് പഴുപ്പ് കേട്ടോ. അപ്പൊ പെർ എന്ന വാക്ക് ഒരു പ്രിഫിക്സ് ആണ്. അതിനോട് ചേർന്ന് ഏതെങ്കിലും ഒരു മെഡിക്കൽ ടേംസ് ഒക്കെ വരുന്ന റിലേറ്റീവ് ടു പസ് ആണ്. അടുത്തതാണ് പൈലോ. എന്താണ്? പൈലോ ട്ടോ. പൈലോ. പൈലോ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റിംഗ് ടു കിഡ്നി ഓർ പെൽവിസ് കേട്ടോ. റിലേറ്റീവ് ടു കിഡ്നി ഓർ പെൽവിസ്. പെൽവിസ് കേട്ടോ. നടുഭാഗം, അരഭാഗം, അതാണ് പെൽവിസ് കേട്ടോ. ഓക്കെ, റിലേറ്റീവ് ടു കിഡ്നി ഓർ പെൽവിസ്. അടുത്തത് പയോ. നോക്കൂ, പർ എന്ന് പറയുന്നത് PUR പർ എന്ന് പറയുന്നത് റിലേറ്റീവ് ടു പസ് ആണ്. അതുപോലെ പയോ, ഏതെങ്കിലും നമ്മളൊരു കമ്പനി പോലെ ടോ വരികയാണെങ്കിൽ പയോ, അതും റിലേറ്റീവ് ടു പസ് ആണ് കേട്ടോ. പഴുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് കോഡ്രി. കോഡ്രി അവിടെ നമ്മൾ സാധാരണ കമ്പയർ ചെയ്യുന്ന മൊബൈൽ ഐയാണ് കേട്ടോ. കൂടുതലും നമ്മൾ ഓയിലേ കാണുന്നത് കമ്പയറിംഗ് വന്നത്. ഇതിനകത്ത് ഐ ആണ് കേട്ടോ. നമുക്ക് കോഡ്രി എന്നൊക്കെ പറയുമ്പോ 4 അല്ലെ. അപ്പൊ ബൈ ടൈ എന്നൊക്കെ പറയുമ്പോ 2, 2 ആണ്. ട്രൈ 3 ആണ് എന്നറിയാം നമുക്ക്. കോഡ്രി എന്ന് പറയുമ്പോ 4 ആണ്. ക്വാർ എന്ന് പറയുമ്പോൾ 4 ആണ്. ക്വാർട്ട് എന്ന് പറയുമ്പോഴും 4 ആണ് കേട്ടോ. 4നെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതാണ് റിട്രോ. റിട്രോ എന്ന് പറഞ്ഞിട്ടാണ് ബാക്ക്വേർഡ് ഓർ ബിഹൈൻഡ് എന്നുള്ള അർത്ഥം കേട്ടോ. ബാക്ക്വേർഡ് ഓർ ബിഹൈൻഡ്. റൈനോ. റൈനോ എന്ന് പറയുന്നത് എന്താണ്? റൈനോളജി എന്നൊക്കെ പറയുന്നത് എന്താണ്? റിലേറ്റീവ് ടു ദ നോസ് അല്ലെ. നോസ് നമ്മുടെ മൂക്കുമായിട്ട് ബന്ധപ്പെട്ടത്. നമ്മൾ ഇയറുമായിട്ട് ബന്ധപ്പെട്ടത് എന്താ പഠിച്ച്? ഇയറുമായിട്ട് ബന്ധപ്പെട്ടത് എന്താ പറഞ്ഞത്? നമ്മള് ഓട്ടോ എന്നല്ലേ പറഞ്ഞത് അല്ലെ? ഓട്ടോളജിയിലല്ലേ പറഞ്ഞത്. അതുപോലെ നോസുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ എന്താ പറയാ? റൈനോ. എന്താ പറയാ? റൈനോളജി. ഓക്കെ, അടുത്തത് നോക്കൂ, സ്ലീപ്പിംഗ്. ഓക്കെ, സ്ലീപ്പിംഗോ റിലേറ്റിംഗ് ടു എ ട്യൂബ് കേട്ടോ. സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കമ്പനി പമ്പറായിട്ട് ചേർക്കുകയാണെങ്കിൽ റിലേറ്റിംഗ് ടു എ ട്യൂബ്, ട്യൂബുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. റിലേറ്റിംഗ് ടു ട്യൂബ്. ഓക്കെ, അപ്പൊ ഈ ഒരു നമ്മൾ പറഞ്ഞ 92, 98, 104, 105, 106. ഓക്കെ, കിട്ടിയില്ലോ. അടുത്തത് കേട്ടോ. നെക്സ്റ്റ് പേജില് അതോടുകൂടി പ്രിഫിക്സ് കഴിയാണ്. പിന്നെ നമ്മൾ പോകുന്നത് സഫിക്സിലോട്ടായിരിക്കും കേട്ടോ. പ്രിഫിക്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് സഫിക്സിലോട്ടായിരിക്കും. മാർക്ക് ചെയ്തോളൂ കേട്ടോ. അടുത്ത പ്രിഫിക്സ് 116 തൊട്ട് 127 വരെ പ്രിഫിക്സ് വരുന്നുണ്ട്. അതിനകത്ത് മാർക്ക് ചെയ്യേണ്ടത് 117 കേട്ടോ. 117 മാർക്ക് ചെയ്യാം. 117, 117, 122, 122, 122, then 125, 125. കിട്ടിയോ? എന്നോട് പറയാം കേട്ടോ. ഏതൊക്കെയാണ്? 117, 122, 125. കിട്ടിയോ? വായിക്കാം കേട്ടോ. സെമി. സെമി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഹാഫ് ഓർ പാർഷ്യൽ എന്നുള്ള അർത്ഥമാണ് അല്ലെ. സെമി ഫൈനൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് പകുതി അല്ലെ. ഹാഫ് ഓർ പാർഷ്യൽ, ഭാഗികമായിട്ട് എന്നുള്ള അർത്ഥമാണ്. സബ് എന്ന് പറയുന്നത് എന്താണ്? അയ്യോ, 116 ഇല്ല കേട്ടോ. 116 ഇല്ല. 117 ഞാൻ പറഞ്ഞത് കേട്ടോ. 117 പറഞ്ഞത്. 116 മാർക്ക് ചെയ്യണ്ട കേട്ടോ. 117, 122, 122. ഓക്കെ പറയാം കേട്ടോ. 125. ഞാൻ പെട്ടെന്ന് സ്ക്രീൻ കണ്ടപ്പോ മനസ്സിലായത്, വായിച്ചില്ല എന്നല്ലേ പറഞ്ഞത്. ഓക്കെ, 114 സ്ക്ലീറോ എന്നാക്ക കേട്ടോ. ടി അല്ല, എസ് ആക്ക കേട്ടോ. അങ്ങനെയല്ല, ടി അല്ല കേട്ടോ. ടി വെട്ടിട്ട് എസ് ഇടാ. എസ് സ്ക്ലീറോ ട്ടാ. സ്ക്ലീറോ. സ്ക്ലീറോ എന്താണ്? ഹാർഡ് റിലേറ്റിംഗ് ടു ദ സ്ക്ലീറ, ദൃഢപടലം എന്നൊക്കെ പറയും നമ്മള്. കണ്ണിന്റെ 3 പടലങ്ങൾ ഉണ്ട് നമുക്ക്. ഓക്കെ, അതില് സ്ക്ലീറോ എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഹാർഡ് റിലേറ്റിംഗ് ടു ദ സ്ക്ലീറ, അതായത് നമ്മുടെ ഐ ഷേപ്പ് കേട്ടാ. ആ ഒരു കണ്ണിന്റെ വെളുത്ത ഭാഗം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സ്ക്ലീറ എന്നൊക്കെ പറയുന്നത് കേട്ടോ. കണ്ണിന്റെ വെളുത്ത ഭാഗം ഉണ്ടല്ലോ,
അതിനെയാണ് നമ്മള് സ്ക്ലീറ എന്ന് പറയുന്നത്. അപ്പൊ സ്ക്ലീറോ എന്നാണ്, ഡി അല്ല, ഡി വെട്ട എസ് ആക്കാട്ട. സ്ക്ലീറോ ഹാർഡ്, അതുപോലെ റിലേറ്റീവ് ടു സ്ക്ലീറ. അടുത്തത് സെമി. സെമി എന്താ പറഞ്ഞത്? ഹാഫ് ഓർ പാർഷ്യൽ, ഭാഗികമായിട്ടുള്ളത്, പകുതിയായിട്ടുള്ളത്. സബ്. സബ് എന്താണ്? സബ് സ്പെഷ്യാലിറ്റി, അതൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, സബ് സ്പെഷ്യാലിറ്റി. സബ് എന്താണ്? അണ്ടർ അഥവാ സംവാട്ട് കേട്ടോ, അണ്ടർ അഥവാ സംവാട്ട്. ഓക്കെ. അടുത്തതാണ് സൂപ്പർ. സൂപ്പർ എന്തായിരിക്കും? സൂപ്പർ എബവ്, അബണ്ടന്റ്, മോർ ദാൻ നോർമൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലെ സൂപ്പർ അല്ലെ. ഇതാണ് എബവ്, അബണ്ടന്റ്, മോർ ദാൻ നോർമൽ, നോർമലിനേക്കാളും. സുപ്ര. സുപ്ര എന്താണ്? എബവ്, അതന്നെ, സുപ്പീരിയർ, അതന്നെ ശ്രീലക്ഷ്മി പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. സുപ്ര എന്താണ് എടുത്തത്? സുപ്ര എബവ് എന്നുള്ള അർത്ഥമാണ്, എബവ്, എബവ് ട്ടാ. അടുത്തതാണ് ടക്കി. ടക്കി എന്താണ്? സ്പീഡി, സ്പീഡി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ടക്കി, ടക്കി സ്പീഡി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ടക്കി കാർഡിയ എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ഹാർട്ടിന്റെ സ്പന്ദനം സാധാരണത്തെക്കാളും കൂടുമ്പോ, നമ്മൾ സാധാരണ എത്രയും പെർ മിനിറ്റ് വന്ന് 72 ബീറ്റ്സ് അല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ അതിൽ കൂടുതൽ ഭയങ്കരമായിട്ട് ഹൃദയം സ്പന്ദിക്കുമ്പോൾ നമ്മള് ആ ഒരു അവസ്ഥയാണ് ടക്കി കാർഡിയ എന്ന് പറയുന്നത്. സ്പീഡായിട്ട് എന്താണ് ഹാർട്ടിന്റെ ആ ഒരു സ്പന്ദനം തന്നെയാണ് കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടക്കി ട്ടാ, സ്പീഡി എന്നുള്ളതാണ്. അടുത്തതാണ് തേം. തേം എന്ന് പറയുന്നത് തെർമോമീറ്റർ ഓർത്താൽ മതി. തെർമോമീറ്റർ, നമുക്ക് പനി വരുമ്പോ നമ്മൾ തെർമോമീറ്റർ വെച്ച് നോക്കും. അപ്പൊ തേം എന്തായിരിക്കും? റിലേറ്റീവ് ടു ടെമ്പറേച്ചർ. നമുക്ക് പനി വരുമ്പോ തെർമോമീറ്റർ വെച്ച് നോക്കും അല്ലെ. അവിടെ എന്താ നമ്മൾ മെഷർ ചെയ്യുന്നത്? ടെമ്പറേച്ചർ അല്ലേ മെഷർ ചെയ്യുന്നത്. സോ തെർമം എന്ന് പറയുന്നത് തേം, റിലേറ്റീവ് ടു ടെമ്പറേച്ചർ. അടുത്തതാണ് തൊറാക്ക്. തൊറാക്ക്, തൊറാസിക് ക്യാവിറ്റി പഠിച്ചതാണ് നമ്മള്. എന്താണ്? ചെസ്റ്റിന്റെ ഭാഗം അല്ലെ. അതായത് ഹാർട്ടും ലങ്സും അതുപോലെ നമ്മുടെ ഈസോഫാഗസ് അല്ലെ, അന്നനാളോ ഒക്കെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തൊറാസിക് ക്യാവിറ്റി. അപ്പൊ തൊറാക്ക്, തൊറാക്ക് എന്ന് പറയുമ്പോൾ റിലേറ്റീവ് ടു ദ ചെസ്റ്റ് ആണ്. അത് നമ്മൾ പഠിച്ചതാണ് കേട്ടോ. അടുത്തത് ട്രാൻസ്. ട്രാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുക? ട്രാൻസ്ഫ്യൂഷൻ. ടു ദ അതർ സൈഡ് ഓഫ് കേട്ടോ, ടു ദ അതർ സൈഡ്. ശരിയാണ്, ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ ഒരു വ്യക്തിയിൽ നിന്ന് വേറെ സൈഡിലുള്ള ആൾക്കാർ കൊടുക്കുന്നത് അല്ലെ. ടു ദ അതർ സൈഡ് ഓഫ് കേട്ടോ. ട്രൈ എന്താണ്? 3 ആണ്. ട്രൈ എന്താണ്? 3 ആണ് കേട്ടോ, 3 ആണ്. യൂണി, യൂണി, യൂണി ഇങ്ങനെ ഓർത്താൽ യൂണിക്കോൺ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഒറ്റക്കൊമ്പൻ കുതിരേനെ യൂണിക്കോൺ അല്ലേ നമ്മൾ പറയാം. അപ്പൊ യൂണി 1. ഓക്കെ, 1 കേട്ടോ. അടുത്തത് എന്താണ്? വാസോ ട്ടാ, വാസോ, വാസോ എന്നാണ് കേട്ടോ. ഒരു സാധനം കയറി വന്നിട്ടുണ്ട് കേട്ടോ. വാസോ, വെസൽ. എന്താണ്? വെസൽ ആണ് കേട്ടോ, ബ്ലഡ് വെസൽ. ഓക്കെ, വെസൽ. വാസ്കുലാർ ഒക്കെ നമ്മൾ വാസ്കുലാർ എന്ന് പറയുമ്പോൾ വെസലുമായിട്ട് റിലേറ്റഡ് ആണ്. മനസ്സിലായോ? ഓക്കെ, ഇതില് പ്രിഫിക്സ് നമ്മുടെ കഴിയാണ് കേട്ടോ. പ്രിഫിക്സ് കഴിയാണ്. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് കണ്ട കുറെ പ്രിഫിക്സുകളാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സഫിക്സസ് ആണ് കേട്ടോ. സഫിക്സസും അധികമില്ല. പിന്നെ നമുക്ക് കൂടുതലുള്ളത് കോമൺ റൂട്ട് വേർഡ്സ് ഉണ്ട്, പിന്നെ അബ്രിവിയേഷൻസ്. ഇത്രയാണ്. അപ്പൊ കോമൺ സഫിക്സിന്റെ ആദ്യത്തെ നമുക്ക് ഇതുവരെയുള്ളതൊന്ന് ജസ്റ്റ് നമ്പർ ചെയ്ത് പറയട്ടെ. ഞാൻ നമ്പർ പറഞ്ഞു തരട്ടെ, നിങ്ങളൊന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സഫിക്സ് വായിക്കാം. മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പ്രിഫിക്സ് ഒന്നുകൂടെ ഞാൻ വായിക്കണോ? പ്രിഫിക്സ് ഇതുവരെ മാർക്ക് ചെയ്തത് ഒന്നുകൂടെ ഞാൻ വായിക്കണോ? റിപ്പീറ്റ് ചെയ്യണോ? വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. വേണ്ട, ഓക്കെ. കാരണം കുറെ കഴിഞ്ഞിട്ട് ചില ആൾക്കാർക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയും. മാർക്ക് ചെയ്യാണ്ട് പോയതിന്റെ പേരില് സ്കിപ്പ് ചെയ്താവരുത് കേട്ടോ, ആൻസർ ചെയ്യേണ്ടി വരരുത്. അതുകൊണ്ടാണ്. കോമൺ സഫിക്സ് നോക്കാം കേട്ടോ. കോമൺ സഫിക്സില് 1 മുതൽ 8 വരെയാണ് ഈ പേജിനകത്തുള്ളത്. അപ്പൊ ഇതൊന്ന് മാർക്ക് ചെയ്തോളൂ. 1 മാർക്ക് ചെയ്യാം കേട്ടോ. 1 മാർക്ക് ചെയ്തോളൂ. 4, 4, 6. മരിയ ഒന്നുകൂടെ പറയാട്ടെ, പ്രിഫിക്സ് പറയാട്ടെ മോളെ. ഓക്കെ, 1 ഇത് മാർക്ക് ചെയ്തോ കേട്ടോ. കോമൺ സഫിക്സില് 1 മാർക്ക് ചെയ്യാം, 4 മാർക്ക് ചെയ്യാം, 6, 8 കിട്ടിയ സഫിക്സില് 1, 4, 6, 8. ഓക്കെ, കിട്ടിയില്ല. അപ്പൊ മരിയ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. പ്രിഫിക്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്, നമ്പർ റിപ്പീറ്റ് ചെയ്യാണ്, ശ്രദ്ധിക്കാം കേട്ടോ. ആദ്യം തൊട്ടാണ് പറയുന്നത് പ്രിഫിക്സിന്റെ. എന്തെങ്കിലും മിസ്സായി പോയവരുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം കേട്ടോ. 3, അതുപോലെ 6, 6, 9, അടുത്തി പറയാം. 9, 13, 14, 17, 18. അടുത്തത് 28, 31,
32, 34, 39, 41. നെക്സ്റ്റ് പേജിൽ വന്നപ്പോ 47, 47, 48, 49, 50, 52, 53, 56, 57, 58, 65. നെക്സ്റ്റ് പേജില് 67, 70, 73, 79, 80, 84, 89. അടുത്തത് 92, 98, 104, 104 കേട്ടോ, 105, 106. ആ പേജിൽ അത്ര വരും കേട്ടോ. അടുത്തതില് 117, 117, 122, 122, 122, ലാസ്റ്റ് 125, 125. അരിയൊക്കെ കിട്ടിയോ? അരിയൊക്കെ കിട്ടിയോ? ആ, അപ്പൊ ശരി, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. സഫിക്സ് നമുക്ക് പഠിക്കാം, സഫിക്സും കോമൺ റൂട്ട് വേർഡ്സും. എല്ലാവരും മാർക്ക് ചെയ്യാൻ ആരെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പില് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ കാര്യം മാർക്ക് ചെയ്തത് വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ശരി എന്നാ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.